വെടിനിർത്തൽ ചർച്ചകളിലെ ഫലസ്തീൻ പ്രതിനിധിയും ഹമാസിന്റെ മുതിർന്ന നേതാവുമായ ഇസ്മായിൽ ഹനിയയെ വകവരുത്തിയതുവഴി യുദ്ധം മേഖലയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുമെന്ന ആശങ്കയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് സയനിസ്റ്റ് രാജ്യം. തങ്ങളുടെ രാജ്യത്തിന്റെ അതിഥിയായി ക്ഷണിക്കപ്പെട്ട ഇസ്മായിൽ ഹനിയയുടെ ഘാതകരെ വേട്ടയാടുകയെന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ ആത്മാഭിമാന പ്രശ്നമായിരിക്കുന്നു. ഇനി മേൽക്കീഴൊന്നും നോക്കാനില്ല. ഇറാൻ ഒരുങ്ങുകയാണ്. ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രായേലിനെതിരായ പ്രതികാര നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലെബനൻ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ടെഹ്റാന്റെ പ്രാദേശിക സഖ്യകക്ഷികളുമായി ഫലപ്രദമായ കൂടിയാലോചനകൾക്ക് ഒരുങ്ങുകയാണ് ഇറാൻ നേതൃത്വം. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിനു പുറമെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു. ഇത് ഇസ്രായേലും ഇറാനും അതിന്റെ പ്രോക്സികളും തമ്മിലുള്ള വ്യാപകമായ സംഘർഷത്തിന് സാധ്യതയൊരുക്കുകയാണ്. ഹമാസിന്റെയും ഹൂത്തി പ്രസ്ഥാനത്തിന്റെയും ഇറാഖി റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളുടെയും പ്രതിനിധികൾ ടെഹ്റാനിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഉറവിടങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ തിരിച്ചടിക്കുന്നതിനുള്ള ഏറ്റവും മികച്ചതും ഫലപ്രദവുമായ മാർഗം കണ്ടെത്താൻ ഇറാനും പ്രതിരോധ ഗ്രൂപ്പുകളും സമഗ്രമായ കൂടിയാലോചനകൾ നടത്തും. സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനെയും ഇറാനിലെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡുകളിലെ മുതിർന്ന അംഗങ്ങളും ചർച്ചകളിൽ പങ്കാളികളാകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇറാനും പ്രതിരോധ മുന്നണിയും എങ്ങനെ പ്രതികരിക്കുമെന്നത് സംബന്ധിച്ച് അവലോകനം ചെയ്തു വരികയാണ്. അത് തീർച്ചയായും സംഭവിക്കും. സയനിസ്റ്റ് ഭരണകൂടം നിസ്സംശയം ഖേദിക്കുമെന്നാണ് ഇറാന്റെ സായുധ സേനാ മേധാവി ജനറൽ മുഹമ്മദ് ബഖേരി സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞത്. ടെഹ്റാനിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയയെ കൊലപ്പെടുത്തിയ ആക്രമണം ഇസ്രായേൽ നടത്തിയതെന്ന് ഇറാനും ഹമാസും വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് സംഘർഷം മിഡിൽ ഈസ്റ്റിലെ സമ്പൂർണ്ണ യുദ്ധമായി മാറുകയാണെന്ന ആശങ്കയ്ക്ക് ആക്കം കൂട്ടിയ ഇസ്രായേൽ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. തങ്ങളുടെ പൗരന്മാരെ ദ്രോഹിക്കാൻ ആസൂത്രണം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഇസ്രായേലിൽ നടന്ന സൈനിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവേ ഇസ്രായേൽ വ്യോമസേന മേധാവി ടോമർ ബാർ മുന്നറിയിപ്പ് നൽകി. പ്രതിരോധ രംഗത്ത് ഞങ്ങളും സജ്ജരാണ്. നൂറുകണക്കിന് വ്യോമ പ്രതിരോധ സൈനികരും ഉദ്യോഗസ്ഥരും മികച്ച സംവിധാനങ്ങളോടെ രാജ്യത്തുടനീളം നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ദൗത്യം നിർവഹിക്കാൻ തയ്യാറാണെന്നും ടോമർ ബാർ പറഞ്ഞു. ഹനിയയുടെ കൊലപാതകം യുദ്ധത്തെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഹമാസിന്റെ സായുധ വിഭാഗം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം വഹിക്കുന്നുണ്ടെന്നാണ് ഹമാസിന്റെ വിലയിരുത്തൽ. പ്രിയപ്പെട്ട നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഇറാനികളിലും ഫലസ്തീനികളിലും വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറുത്തുനിൽപ്പിന്റെ എല്ലാ മുന്നണികളും ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി അക്ബർ അഹമ്മദിയൻ മെഹർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. രക്തസാക്ഷിയായ ഹനിയയുടെ കൊലപാതകത്തോടുള്ള ഇറാന്റെ പ്രതികരണം മുൻപത്തേതിനേക്കാൾ ശക്തമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ സീനിയർ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഇസ്മായിൽ കോസാരി. Waytonikah.com, the exclusive Muslim matrimonial site.